പേര്. ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും നിലനിർത്താനാവുന്നു എന്നതാണ് നമ്മുടെ ഭാവി വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. വിദേശ സഞ്ചാരികളെയും സംരംഭകരെയും മൂലധനത്തെയും മറ്റും നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഘടകത്തെക്കുറിച്ച് ആലോചിക്കാനാവില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ കൂട്ടായ്മയെ തകർക്കാൻ ഉഗ്രവിഷമുള്ള വർഗീയ സർപ്പങ്ങൾ തക്കം പാർക്കുന്നുണ്ട്. കേരളീയ ജീവിതത്തിൻ്റെ സ്വച്ഛതയിലേക്ക് വിഷം പകരാൻ അവർ പലവരും ശ്രമിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വിഷബാധകളെ ചെറുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസർപ്പങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനതയെ വർഗീയമായി വിഭജിച്ചും ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം. വർഗീയതയ്ക്കെതിരെ ജനകീയ ഐക്യത്തിന്റെ പ്രതിരോധം തീർക്കുന്നവരെ ചാപ്പ കുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഓതിക്കൊടുക്കുന്ന പുതിയ തന്ത്രം. സർ, ചാപ്പ കുത്തലുകളെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. തീക്കട്ടയിൽ ചിതലരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കുറഞ്ഞത് ഒരു നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ട്. സാമ്യവാദത്തിനെതിരായ സമരങ്ങളിൽ തുടങ്ങി ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും നിയമനിർമ്മാണത്തിലും കൂടി വളർന്ന് എണ്ണമറ്റ തൊഴിൽ സമരങ്ങളിലൂടെ ശക്തി പ്രാപിച്ച് ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലും ജനകീയ ആസൂത്രണത്തിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും എത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു മതജാതി വിഭാഗവും അപരരല്ല. എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ ഇടതുപക്ഷം. സർ, സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിലെ പ്രസ്താവം വസ്തുനിഷ്ഠമാണ്. നേരത്തെ നിശ്ചയിച്ച വായ്പാ പരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശ്ശികൾ നിഷേധിച്ചും ഈ സർക്കാരിനെ അവസാന പാദത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ശ്രമം നടത്തുന്നുണ്ട്. അവ പക്ഷേ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരുട്ടടി എന്നേ അതിനെ കാണേണ്ടതുള്ളൂ. ദീർഘകാല ധനകാര്യ നില നോക്കിയാൽ കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന കാര്യം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, റിസർവ് ബാങ്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും എല്ലാം ഇക്കാര്യം പറയുകയും കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനനിലയിലെ അഭിമാനകരമായ പുരോഗതി സംബന്ധിച്ച സ്ഥിതിവിവരങ്ങൾ ബജറ്റ് പ്രസംഗത്തിലും അനുബന്ധ രേഖകളുമായി അവതരിപ്പിക്കുന്നുണ്ട്. സർ, സർക്കാരിന്റെ ധനസ്ഥിതി പരിശോധിച്ച് അധിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമെന്നുറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 29 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ പെൻഷനുകളും ഓണറേറിയങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത്. അതിനോടനുബന്ധിച്ച് 3 പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പുതിയ പദ്ധതികൾ ആദ്യത്തേത് നിലവിലുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളൊന്നും ഗുണഭോക്താക്കളാക്കാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. 31 ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സർ, ഇതുവരെ 16.32 ലക്ഷം പേർ ഈ പദ്ധതിയിൽ അംഗമായി. ഈ പദ്ധതിക്ക് 3720 കോടി രൂപ വകയിരുത്തുന്നു. സർ, രണ്ടാമത്തേത് അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ്. സർ, 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 68,731 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മൂന്നാമത്തേത് കുടുംബശ്രീ ADSകൾക്കുള്ള 2025 നവംബർ 1 മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാന്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു. 19,470 ADSകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങി. സർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പകൽ പോലെ വ്യക്തമാകും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ സർവകലാശാല പെൻഷനുകൾ എന്നിവ നിലവിലെ 1600 രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം 2000 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. ഉയർന്ന നിരക്കിലുള്ള ഓണറേറിയം നൽകി തുടങ്ങി. ഇവരുടെ ഓണറേറിയത്തിലും വേതനത്തിലും കാലോചിതമായ വർധന വരുത്തേണ്ടതുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത്. ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുപക്ഷം എക്കാലവും തുടരുക. സർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ